ഇനിയും കലാപമൊടുങ്ങാത്ത മണിപ്പൂർ ഭാരതത്തിന്റെ സങ്കടമായി മാറുകയാണ്. മതേതര ഭാരതത്തിന്റെ മഹിതമായ ആത്മാവിന് മുറിവേൽക്കുന്നത് മണിപ്പൂരിൽ മാത്രമല്ല എന്നുകൂടി അറിയുമ്പോഴാണ് ആ സങ്കടം ആശങ്കയായി പടരുന്നത്. ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിന്റെ കണക്കുകൾ അത്തരം ആശങ്കയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2023 ആദ്യത്തെ 190 ദിവസത്തിനിടെ രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ 400 അക്രമ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിദിനം ക്രൈസ്തവർക്ക് നേരെ ശരാശരി 2 അക്രമമെങ്കിലും ഉണ്ടാകുന്നുവെന്നർത്ഥം. കഴിഞ്ഞ 2 മാസമായി കലാപം നടക്കുന്ന മണിപ്പൂരിലെ അക്രമ സംഭവങ്ങൾക്ക് പുറമെയുള്ള കണക്കാണിത്. ജൂണിലെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ അക്രമ സംഭവങ്ങളുടെ എണ്ണം പ്രതിദിനം 3 ആണ്. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകളിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. 2014 മുതൽ 6 മാസത്തിനിടെ ഏറ്റവും അധികം ക്രൈസ്തവ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും 2023 2014 ആകെയുണ്ടായ ക്രൈസ്തവ പീഡനങ്ങൾ 147 ആണ്. കഴിഞ്ഞ വർഷം ആകെ 599 അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈദികർ, സന്യാസിനികൾ എന്നിവർക്കൊപ്പം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിശ്വാസികളും അതിക്രമങ്ങൾക്ക് ഇരയായവരിലുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ രാജ്യത്തെ 23 സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് നേരെയോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെയോ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 155 അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഉത്തർപ്രദേശാണ് പട്ടികയിൽ മുന്നിൽ. യുപിയിലെ ജോനാപൂർ, റായ്ബറേലി, സീതാപൂർ, കാൺപൂർ, അസ്മാർ, കുശിനഗർ എന്നീ ജില്ലകളിലാണ് ഇക്കാലയളവിൽ അക്രമങ്ങൾ കൂടുതൽ നടന്നിട്ടുള്ളത്. അക്രമങ്ങളുടെ എണ്ണത്തിൽ തൊട്ടുപിന്നിലുള്ള ഛത്തീസ്ഗഡിലെ ബസ്തറിൽ മാത്രം ഇക്കാലയളവിൽ 31 അക്രമ സംഭവങ്ങളുമുണ്ടായി. അതേസമയം ജൂൺ മാസം മാത്രം ക്രൈസ്തവർക്ക് നേരെ 88 അക്രമങ്ങൾ അരങ്ങേറി. മാർച്ചിൽ 66, ഫെബ്രുവരിയിൽ 63, ജനുവരിയിൽ 62, മെയ്യിൽ 50, ഏപ്രിലിൽ 47 എന്നിങ്ങനെയായിരുന്നു അക്രമങ്ങളുടെ എണ്ണം. ജൂലൈയിൽ ആദ്യത്തെ 10 ദിവസം കൊണ്ട് 24 അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ക്രൈസ്തവർക്ക് നേരെ ഏറ്റവും അധികം അക്രമങ്ങൾ ഉണ്ടായത് 2022 ജനുവരിയിലാണ്. 121 അക്രമങ്ങളാണ് അന്നുണ്ടായത്.